ഹലോ ഓൾ, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. അപ്പോൾ നമ്മൾ CPO ഫോക്കസ് ഏരിയ പാർട്ട് 2 നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെയും പ്രധാനപ്പെട്ട നിങ്ങൾ നോക്കിയിരിക്കേണ്ട കുറച്ച് പാഠഭാഗങ്ങളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയ്ക്കകത്ത് പോവാം. ഇതാ നമ്മൾ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം ഹിസ്റ്ററി 5 മാർക്കിനാണ്. നമ്മൾ ഓൾറെഡി കുറേ പാഠഭാഗങ്ങൾ നമ്മൾ നേരത്തെ ഉള്ള ഭാഗത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് സാധനങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ രൂപീകരണം, ആദ്യത്തെ നേതാവ്, പിന്നെ അതിന്റെ സമ്മേളനം വട്ടിയൂർക്കാവ് വെച്ച് നടന്നത് പഠിക്കുക. പിന്നെ അതിന്റെ കുറച്ച് അനുബന്ധ വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പഠിച്ചു പോകുക. നേതാക്കന്മാരെ മെയിനായിട്ട് പഠിക്കുക. പിന്നെ തിരുക്കൊച്ചി സംയോജനമായിട്ട് ബന്ധപ്പെട്ട 1949 കാര്യങ്ങൾ പഠിക്കുക. അത് കഴിഞ്ഞ് പിന്നെ രാജപ്രമുഖമായിട്ട് ശ്രീജിത്ത് തിരുനാൾ വന്നു എന്നുള്ള ഫാക്ട്, അങ്ങനെയുള്ള തിരുക്കൊച്ചിയുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടുകൾ, തിരുക്കൊച്ചിയിലെ മുഖ്യമന്ത്രിമാർ ആദ്യത്തെയും അവസാനത്തെയും ഇടയ്ക്കുള്ള ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. അതൊക്കെ ചിലപ്പോൾ പ്രസ്താവന രീതിയിലോ അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട് കേരള ഹിസ്റ്ററിയുടെ ഭാഗത്തുനിന്ന് ഇത്തരം കാര്യങ്ങൾ. പിന്നെ വിമോചന സമരവുമായി ബന്ധപ്പെട്ട ഫാക്ട്, വിമോചന സമരവുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്കറിയാം, വിമോചന സമരം വൈക്കം സത്യാഗ്രഹവുമായിട്ട് അതിന്റെ അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് മന്നത്ത് പത്മനാഭൻ നടത്തിയതാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ വിമോചന സമരവുമായിട്ട് ബന്ധപ്പെട്ട ആർക്കാണ് നിവേദനം കൊടുത്തത്, പിന്നെ എന്തായിരുന്നു അതിന്റെ ഉദ്ദേശ്യം എന്നുള്ള കാര്യങ്ങളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ചെറിയ ടോപ്പിക്കാണ് ഇത് മൂന്നും. ഇതിൽ എനിക്ക് തോന്നുന്നു തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് കുറച്ചുണ്ട്, തിരുക്കൊച്ചി സംയോജനം കുറച്ചുണ്ട്, പക്ഷേ വിമോചന സമരം വളരെ കുറച്ച് ഒരു സബ് ടോപ്പിക്കാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഒരു സബ് ടോപ്പിക്കായിട്ടാണ് വരുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് പഠിക്കുക. പിന്നെ സൈനിക സഹായ വ്യവസ്ഥ, ഇത് എന്തുകൊണ്ടിട്ടെന്ന് വെച്ചാൽ കഴിഞ്ഞ 2024 ജൂൺ മാസം 8 നടന്ന CPOയ്ക്ക് സൈനിക സഹായ വ്യവസ്ഥയിൽ നിന്ന് നല്ല റേഞ്ചിലൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, ഇനിയും ചോദിക്കാം. അതുപോലെ പ്ലാസി യുദ്ധം, ബക്സാർ യുദ്ധം, കർണാട്ടിക് യുദ്ധങ്ങൾ, ഇതൊക്കെ ഒന്ന് പഠിച്ചു പോവുക. ഇതൊക്കെയും എന്ത് ചെയ്യാം, പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. വെല്ലൂർ കലാപം ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. കാരണം വെല്ലൂർ കലാപമൊക്കെ ഇപ്പോഴും ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് വെല്ലൂർ കലാപത്തിനെ പ്രഖ്യാപിക്കണമെന്നുള്ള ചർച്ചകളൊക്കെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കി വെച്ചിരിക്കാം. പിന്നെ റഷ്യ, ചൈനീസ് തുടങ്ങിയ വിപ്ലവങ്ങൾ നമ്മൾ ഓൾറെഡി ഫ്രഞ്ചും അമേരിക്കയൊക്കെ പറഞ്ഞു. അപ്പൊ റഷ്യൻ വിപ്ലവത്തിലേക്കുണ്ടായ കാരണങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട നേതാക്കൾ, പിന്നെ മെൻഷവിക്ക്, ബോൾഷെവിക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഫാദർ ഗപ്പോൺ അദ്ദേഹം എന്താണ് പറഞ്ഞതെന്നുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കി വെച്ചിരിക്കാം. പിന്നെ ചൈനീസ് വിപ്ലവം, നിങ്ങൾക്ക് സന്യാസൻ, മാവോ സേത്തുങ്, ഇങ്ങനെയുള്ള ആൾക്കാർ, ബോക്സർ കലാപം വരുന്നുണ്ട്, കറുപ്പ് യുദ്ധം വരുന്നുണ്ട്, നാങ്കിങ് ഉടമ്പടി വരുന്നുണ്ട്, ഹോങ്കോങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത്, ഇതെല്ലാം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഹിസ്റ്ററി 5 മാർക്കിനെ ഉള്ളൂവെങ്കിൽ പോലും നല്ല കഥ പോലെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അതിനകത്ത് സ്കോർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം ഈ ഏരിയ എന്ന് ചുറ്റിപ്പറ്റി +2 ലെവലുള്ള എല്ലാ പരീക്ഷകൾക്കും ചോദ്യം വരുന്നു എന്നുള്ള വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ചരിത്രത്തിന് അതിൻ്റെതായ ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് തയ്യാറെടുക്കാം. അടുത്ത നമ്മൾ ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ ശിലകൾ പഠിക്കാം. അതായത് എന്തൊക്കെ തരം ശിലകളുണ്ട്, എത്ര ശിലകളുണ്ട്, ആ ശിലകളുടെ പിന്നെ എന്തൊക്കെയാണ് അതിനെ അറിയപ്പെടുന്നത്, എന്തൊക്കെയാണ് ഫോസിൽ ഉള്ളതുണ്ട്, ഫോസിൽ ഇല്ലാത്തതുണ്ട്, അങ്ങനത്തെ അത്തരം കാര്യങ്ങൾ പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ എന്താണ്, കാറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് കാറ്റിന്റെ ഉത്ഭവം നമുക്ക് പഠിക്കാം. പശ്ചിമവാതകങ്ങൾ, കാലിക വാതകങ്ങളൊക്കെ, സീസണൽ വിൻഡ്, പിന്നെ ചില കാറ്റുകളൊക്കെ എന്താണ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളതുണ്ട്. പിന്നെ കൊടുങ്കാറ്റ് എങ്ങനെയായിട്ട് മാറുന്നു, റെക്ടർ സ്കെയിലിനെ പറ്റി ഞാൻ വെറുതെ പറയുന്നത്, റെക്ടർ സ്കെയിലിനെ പറ്റി പഠിക്കുക. റെക്ടർ സ്കെയിലിൽ എത്ര വരുമ്പോഴാണ് കൊടുങ്കാറ്റ് ഉണ്ടാവുന്നത്, ചുഴലിക്കാറ്റ് ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ പഠിക്കുക. റെക്ടർ സ്കെയിലിൽ പിന്നെ ഭൂകമ്പം അത് പറയുന്നുണ്ട്. എല്ലാം എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് പഠിക്കുക. കാറ്റുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ അനിമോമീറ്റർ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എന്ത് ചെയ്യുക, വ്യക്തമായിട്ടൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ ഉപദ്വീപീയ പീഠഭൂമി മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉപദ്വീപീയ പീഠഭൂമി പഠിക്കുക, അവിടെയുള്ള കൃഷി പഠിക്കുക, അവിടുത്തെ ഭൂപ്രദേശങ്ങളെ പറ്റി പഠിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഉപദ്വീപീയ പീഠഭൂമിയിലെ പിന്നെ കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യുക, വ്യക്തമായിട്ടൊന്ന് പഠിച്ചു പോവുക. പിന്നെ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട കൊടുമുടികൾ, അവയുടെ ഉയരം, അവിടെ എന്തൊക്കെ സ്ഥിതി ചെയ്യുന്നു, പിന്നെ എങ്ങനെയാണ് അവിടുത്തെ ക്ലൈമറ്റ്, കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് പഠിച്ചു പോകുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ 100 കിലോമീറ്ററിൽ കൂടുതലുള്ള കേരളത്തിലെ നദികൾ വ്യക്തമായിട്ട് പഠിക്കുക എന്തൊക്കെയാണ്. കാരണം അതൊക്കെ പരീക്ഷകൾക്ക് ചോദിച്ച് കാണാറുണ്ട്. 100 മീറ്റർ കൂടുതലുള്ള നദികൾ എത്ര എണ്ണം എന്ന് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലുള്ള പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും താഴേക്ക് വരുമ്പോൾ നമുക്കൊരു CPO പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ നദിയുടെ തീരത്തുള്ള പട്ടണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നദിയിലുള്ള അണക്കെട്ടുകൾ നമുക്ക് പഠിച്ചു വെച്ചിരിക്കാം. അണക്കെട്ടുകൾ, ചില അണക്കെട്ട് നമുക്കറിയാലോ, ഇടുക്കി അണക്കെട്ടിനൊക്കെ അതിൻ്റെ ചരിത്ര പ്രാധാന്യമുണ്ട്. പിന്നെ ഏതെങ്കിലും അണക്കെട്ട് വന്യജീവി സങ്കേതങ്ങളുമായിട്ട് ഒത്തുകിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത് പഠിക്കാം. അങ്ങനെയുള്ള ഫാക്റ്റൊക്കെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നോക്കി വെച്ചിരിക്കുക. പിന്നെ നമുക്ക് തിരുവനന്തപുരത്ത് വരുമ്പോൾ നെയ്യാറ്, പിന്നെ പേപ്പാറ വരുന്നുണ്ട്, അതൊക്കെ പഠിക്കാം. അങ്ങനെ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ, പോത്തുണ്ടിയുണ്ട് പാലക്കാട് പോകുമ്പോഴത്തേക്കും. പിന്നെ എന്താണ് നമ്മൾ നീളം കൂടി അണക്കെട്ടുണ്ടല്ലോ, മലമ്പുഴ, അതൊക്കെ പഠിക്കാം. പിന്നെ അതുപോലെ ഇടുക്കി അണക്കെട്ടിനെ പറ്റി നമുക്ക് പഠിക്കാം. അങ്ങനെ എന്ത് ചെയ്യുക, ഇതിനെപ്പറ്റി പിന്നെ അവിടെ എന്തെങ്കിലും ജലവൈദ്യുത പദ്ധതികൾ ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കാം. അതൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് മൂലമറ്റം, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതൊക്കെ ജസ്റ്റ് പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ നമ്മൾ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ അതും 5 മാർക്കിനാണ്. നമുക്കറിയാം
പക്ഷേ ആ എക്കണോമിക്സിന്റെ കാര്യം പറയുമ്പോൾ കുറച്ച് പഠിച്ചാൽ നമുക്ക് 5 മാർക്ക് കിട്ടും +2 ലെവൽ പരീക്ഷകൾക്ക്. പിന്നെ നമുക്കറിയാം ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒരുപാട് പഠിക്കുമ്പോഴാണ് നമുക്ക് 5 മാർക്കിൽ മാക്സിമം കാര്യങ്ങൾ സ്കോർ ചെയ്യാൻ സാധിക്കുക. പക്ഷേ എക്കണോമിക്സ് നിങ്ങൾക്ക് പഠിച്ച് തീർക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റി, കോസ്റ്റ് ഓഫ് പ്രയോറിറ്റി കൂടുതൽ എന്ത് ചെയ്യാം, എക്കണോമിക്സിന് കൊടുക്കാം. നമ്മൾ അതിനെപ്പറ്റിയുള്ള പ്രയോറിറ്റി ഉള്ള ഒരു വീഡിയോ പിന്നെ ചെയ്യും. പക്ഷെ നമുക്ക് ഫോക്കസ് ഏരിയകളെ അറിഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ. നമ്മൾ ഈ ഫോക്കസ് ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ നടന്നിട്ടുള്ള +2 ലെവൽ പരീക്ഷകളുടെ ചോദ്യ പേപ്പറുകൾ വ്യക്തമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളിവിടെ കൃത്യമായിട്ട് ഈ ഒരു സംഭവം ചെയ്തു തരുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, അത്തരം ടോപ്പിക്കുകളിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്, അല്ലെങ്കിൽ മറ്റു ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ടാണ് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇതൊക്കെ നിങ്ങൾ എന്തായാലും നോക്കിയിരിക്കണം എന്ന് ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഒന്നുകൂടെ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക. അടുത്ത പറയാനുള്ളത് പഞ്ചവത്സര പദ്ധതികൾ. എസ്പെഷ്യലി നിങ്ങൾ എന്ത് പഠിക്കണം, 5ാം പഞ്ചവത്സര പദ്ധതി കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ഒരുപാട് പ്ലാനുകളുണ്ട്. പിന്നെ ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് വന്ന പഞ്ചവത്സര പദ്ധതി ഉണ്ട്, അത് പഠിച്ചിരിക്കണം. പിന്നെ അതുപോലെ തന്നെ 1991 വരുമ്പോൾ എന്തായിരുന്നു, പിന്നെ പ്ലാൻ ഹോളിഡേയെ പറ്റി പഠിച്ചിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ മെയിൻലി നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഓരോ പഞ്ചവത്സര പദ്ധതി പഠിക്കുമ്പോഴും അന്നത്തെ പ്രസിഡന്റുമാരെയും പ്രധാനമന്ത്രിമാരെയും പഠിച്ചു വെച്ചിരിക്കുക. ആരൊക്കെയാണ് പ്രധാനമന്ത്രി, ആരൊക്കെയായിരുന്നു പ്രസിഡന്റ് എന്നുള്ളത്. പിന്നെ 12ാം പഞ്ചവത്സര പദ്ധതി അത് കംപ്ലീറ്റ് ചെയ്തോ അല്ലെങ്കിൽ കാലാവധിക്ക് മുമ്പേ പൂർത്തിയാക്കിയത് ഏതാണെന്ന് പഠിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു പോകുന്ന വഴി ഏറ്റവും പിന്നെ അതിനകത്തുള്ള പോയിന്റുകളെല്ലാം മാക്സിമം ഒരുപാട് കാട് കയറി പഠിക്കാൻ നിൽക്കാതെ മിനിമലായിട്ട്, വളരെ മിനിമലായിട്ട് എന്തൊക്കെയാണ് അതിനകത്തുള്ള മെയിൻ പരിപാടികൾ, പിന്നെ നമ്മുടെ ഭക്ഷണത്തിനുള്ള പദ്ധതി ഏതാണ്, ഇങ്ങനെ കുറേ സാധനങ്ങൾ, ഹരോൾഡ് ഡോമർ പദ്ധതിയുടെ പേര് പഠിക്കുക. പ്രധാനമായിട്ടും പഞ്ചവത്സര പദ്ധതി ഓരോന്നിനും അതിൻ്റെ പേരുണ്ട്, അത് പഠിക്കുക. ആ പേര് കൃത്യമായിട്ട് പഠിക്കുക. അതൊക്കെ പഠിച്ചാലുള്ള ഏറ്റവും വലിയ ഉപയോഗം എന്താണ്, അത്തരത്തിലൊരു ചോദ്യം വന്നാലും അത് റെയർ ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞ് തള്ളപ്പെട്ടാൽ പോലും നമുക്ക് അവിടെ മാർക്ക് കിട്ടും എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, കൃത്യമായി ആലോചിക്കുക. ഓരോ മാർക്കും വളരെ വിലപ്പെട്ടതാണ്. ലിസ്റ്റുകൾ പിന്നീട് ചുരുങ്ങി വരുന്ന കാലമായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഓരോ മാർക്കും നമുക്ക് വിലപ്പെട്ടതാണ്. പഠിക്കുമ്പോൾ ആ ഒരു സീരിയസ്നെസ്സോടുകൂടി തന്നെ പഠിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഫിസിക്കലിനും പിന്നെ റിട്ടണും ഒക്കെ ആയിട്ട് നല്ലൊരു ടൈം മാറ്റി വെച്ച് തന്നെ പഠിക്കുക. നമുക്ക് അതിനെപ്പറ്റിയുള്ള കാര്യം നമുക്ക് സംസാരിക്കാം. പക്ഷെ നമുക്ക് ഇതാണ് നമുക്കിപ്പോൾ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് അപ്പോൾ ഇതിലേക്ക് തിരിച്ചു വരാം. അടുത്ത് നോക്കിയോ, പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകൾ വ്യക്തമായിട്ട് പഠിക്കുക. എന്തൊക്കെയാണ് പ്രൈമറി, സെക്കൻഡറി, ടെർഷറിക്കകത്ത് വരുന്ന സംഭവങ്ങളെന്ന് കൃത്യമായിട്ട് പഠിക്കുക. എന്തൊക്കെയാണ്, കാരണം നമുക്കറിയാം പിന്നെ മത്സ്യബന്ധനം, അത് ഇത്, പിന്നെ വീട് വയ്ക്കുന്നത്, പിന്നെ കാർഷികം, ഇതൊക്കെ നമുക്കറിയാം. അതെല്ലാം എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് നോക്കി പോവുക. പിന്നെ മാനവ വികസന സൂചിക, അത് കറണ്ട് അഫെയർ പോലെ നിങ്ങൾ പഠിക്കുക. കറണ്ട് അഫെയർ പോലെ എന്ത് ചെയ്യുക, മാനവ വികസന സൂചിക നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് പഠിച്ചിട്ട് പോവുക. ഇതിൽ വരുമ്പോൾ ഇന്ത്യയുടെ സ്ഥാനം എന്താണ്, ഹാപ്പിനെസ് ഇൻഡെക്സ് പഠിച്ചിട്ട് പോവുക. ഇതൊക്കെ നമുക്ക് ആ ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, കറണ്ട് അഫെയറിന്റെ ഭാഗത്ത് നോക്കാം. അങ്ങനെ കുറച്ച് ഇൻഡെക്സ് നമുക്ക് നോക്കിയിട്ട് പോകാം. അതുപോലെ നീതി ആയോഗിന്റെ ഇൻഡെക്സുകളോട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. പിന്നെ ഇന്ത്യയുടെ 2011 സെൻസസ് നോക്കുക. ഇന്ത്യയുടെ സെൻസസ്, കേരളത്തിലെ അല്ല, ഇന്ത്യയുടെ മൊത്തത്തിലുള്ള സെൻസസ് നോക്കുക. പിന്നെ എന്താണ് ജനസാന്ദ്രത കൂടിയത്, ജനസാന്ദ്രത കുറഞ്ഞത്, പിന്നെ അതുപോലെ തന്നെ എവിടെയാണ് പോപ്പുലേഷൻ കൂടുതൽ, എവിടെയാണ് പോപ്പുലേഷൻ കുറവ്, എവിടെയാണ് വിദ്യാഭ്യാസം കൂടുതൽ, വിദ്യാഭ്യാസം കുറവ്, ലിറ്ററസി റേറ്റുകളെ പറ്റി പഠിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് മിനിമലായിട്ട് നോക്കി നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യണം, ഈ ഇൻഫർമേഷൻസ് എല്ലാം നല്ലതായിട്ട് സ്റ്റോർഡ് ആയിരിക്കണം. പിന്നെ ധനകാര്യ സ്ഥാപനങ്ങൾ, എസ്പെഷ്യലി RBI ആയിട്ടുള്ള കാര്യങ്ങൾ, RBIയുടെ പിന്നെ ഫംഗ്ഷൻസ് പഠിക്കുക. എന്തിലൊക്കെയാണ് RBI സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ പഠിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പഠിക്കുന്ന വഴി എന്താണ്, നമുക്കൊരു ഭയങ്കര ഒരു അവബോധം കിട്ടും. വെൻഡർ ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട് എന്നല്ലേ RBI അറിയപ്പെടുക. അതുപോലെ RBIക്ക് മറ്റ് വിശേഷണങ്ങളുണ്ട്, എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. പിന്നെ നമുക്ക് നേരെ ഒഴിച്ചുകൂടാനാകാൻ പറ്റാത്ത കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് എന്തായാലും നിങ്ങൾ ഇത് പഠിക്കാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ 8 മാർക്ക് നിങ്ങൾക്ക് തരുന്ന ആ ഒരു പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു പോകാൻ നമുക്ക് നോക്കാം. എമർജൻസിയെ പറ്റി നന്നായിട്ട് പഠിക്കുക. അടിയന്തരാവസ്ഥയെ പറ്റി, അതായത് നമ്മളെ 1975 അടിയന്തരാവസ്ഥ നല്ല രീതിക്ക് തന്നെ പഠിച്ചു പോവുക. അതിന് മുമ്പ് എത്ര പ്രാവശ്യം ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്, സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ടോ, കമന്റ് ചെയ്യണം. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. ആ സമയത്തെ പ്രധാനമന്ത്രി, പിന്നെ നമ്മുടെ പ്രസിഡന്റ് ആരായിരുന്നുള്ള പഠിക്കുക. പിന്നെ ആ സമയത്ത് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു പിന്നെ നമ്മുടെ അതിൻ്റെ ആർട്ടിക്കിൾ 352, 56, 60 പഠിക്കുക. അതിൽ എന്തൊക്കെയാണ് ഫംഗ്ഷൻസ് ഉള്ളതെന്ന് പഠിക്കുക. എത്ര നാളാണ് അടിയന്തരാവസ്ഥ കാലാവധി എന്നുള്ളത് പഠിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ പഠിച്ചു പോവുക. ഫാക്റ്റുകൾ, കഥ പഠിക്കേണ്ട, ഫാക്റ്റ് പഠിക്കുക. ഫാക്ച്വൽ നോളജ് ആണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത്. ഫാക്റ്റ് വളരെ കൃത്യമായിട്ട് പഠിച്ച് തലയിൽ സ്റ്റോർ ചെയ്തിട്ട് പോവുക. പിന്നെ 86 ഭേദഗതി, 91, 97, പിന്നെ 101, 102, 103, 104, 105, 106 ഇത്രയും പഠിക്കണം.
ഈ ഭേദഗതികളെല്ലാം എന്ത് ചെയ്യണം കൃത്യമായിട്ട്, എസ്പെഷ്യലി നമ്മുടെ നാരീശക്തി വന്ദൻ അധിനിയം 106 കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. 104 ആംഗ്ലോ ഇന്ത്യന്റെ സംവരണവുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ട് പോവുക. അങ്ങനെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഉള്ള സാധനങ്ങളെല്ലാം എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. നന്നായിട്ട് ഈ ടോപ്പിക്കുകളെല്ലാം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. പിന്നെ CAG പറ്റി പഠിക്കുക. CAG പറ്റി ഒരു ചോദ്യം നമുക്ക് മിക്കവാറും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. അഡ്വക്കേറ്റ് ജനറൽ, അറ്റോർണി ജനറൽ രണ്ടുപേരെയും പറ്റി പഠിക്കുക. ആരാണ് ഇപ്പം നിലവിലുള്ളത്, അവരുടെ ചുമതല എന്താണ്. ഇപ്പൊ നമുക്ക് ചെറിയൊരു കാര്യം പറയാം. ഇപ്പം അറ്റോർണി ജനറലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാർലമെന്റ് മീറ്റിംഗിൽ പങ്കെടുക്കാനും സംസാരിക്കാനുള്ള അവകാശങ്ങൾ, അദ്ദേഹത്തിന് വോട്ടവകാശമില്ല, പഠിക്കുക. പിന്നെ ഇവർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരല്ല, അത് പഠിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് നോക്കി വെച്ചിട്ട് പോവുക. പിന്നെ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇലക്ഷൻ കമ്മീഷന്റെ രൂപീകരണം പഠിക്കുക. പിന്നെ പ്രസിഡന്റിനെ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു പഠിക്കുക. അവരുടെ കാലാവധി പഠിക്കുക. എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് പഠിക്കുക. അവരുടെ കാലാവധി പഠിക്കുക. അതോടൊപ്പം തന്നെ ഇവർ പുനർനിയമനത്തിന് അർഹരാണോ എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് പഠിച്ചു പോവുക. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്കുക. ഓക്കെ. പിന്നെ PSC UPSC അവരുടെ ഫങ്ഷൻസ്, അവരുടെ ആർട്ടിക്കിൾസ് ഇതെല്ലാം എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് പഠിച്ചിട്ട് പോവുക. അതും നിങ്ങൾക്ക് എന്ത് ചെയ്യും, നന്നായിട്ട് ഗുണം ചെയ്യും. പിന്നെ പിന്നെ എന്താണ് PSCയിലെ ഉദ്യോഗസ്ഥരുടെ കാലാവധി, പിന്നെ അവരെ നിയമിക്കുന്ന ആര്, നീക്കം ചെയ്യുന്ന ആര്, പിന്നെ അവരുടെ ഫങ്ഷൻസ് എന്താണ്, PSCയുടെ ഫങ്ഷൻസ് എന്താണ്, UPSCയുടെ ഫങ്ഷൻസ് എന്താണ്, പിന്നെ UPSCയിലെ ആദ്യത്തെ ചെയർമാനാര്, നിലവിലെ ചെയർമാനാര്, ഏറ്റവും കൂടുതൽ കാലം ഇരുന്നത് ആര്, അവർ പുനർനിയമനത്തിന് അർഹരാണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക കൃത്യം. അവർക്ക് പിന്നെ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് പോയിട്ട് പിന്നെ അതിന്റെ എന്തായി മാറാൻ പറ്റുമോ, എന്താണ് നമ്മുടെ പ്രസിഡന്റായി മാറാൻ പറ്റും, ചെയർമാനായി മാറാൻ പറ്റും, ഇതെല്ലാം പഠിച്ചു ചെയ്യുക. പിന്നെ ധനകാര്യ കമ്മീഷനുമായിട്ട്, സംസ്ഥാന ധനകാര്യ കമ്മീഷനുണ്ട്, കേന്ദ്ര ധനകാര്യ കമ്മീഷനുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക, എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പഠിച്ചിട്ട് പോകുക. പിന്നെ നമ്മുടെ എന്താണ് നോൺ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആയിട്ടുള്ള, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് അല്ല, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആയിട്ടുള്ള മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ ആദ്യഘട്ടത്തിൽ നന്നായിട്ട് നോക്കുക. വിവരാവകാശ കമ്മീഷൻ സംബന്ധിച്ചിടത്തോളം വളരെ ഡീപ്പായിട്ട് നോക്കുക. ആരാണ് പിന്നെ ചെയർമാൻ, അവർ പുനർനിയമനത്തിന് അർഹനാണോ, 2019 ഭേദഗതി പഠിക്കുക. മനുഷ്യാവകാശത്തിനും 2019 ഭേദഗതി നടന്നിട്ടുണ്ട്. അത് ഉൾപ്പെടെ എന്ത് ചെയ്യുക, നല്ല വ്യക്തമായിട്ട് പഠിച്ചിട്ട് പോവുക. ഓക്കെ ആണല്ലോ. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗം വീണ്ടും 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 പറയാം. പോലീസുകാരാവാൻ പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം 1 മാർക്ക് പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇവിടെ പാഴിക്കളയരുത്. അത്ര ഡീപ്പായിട്ട് പഠിച്ചിട്ട് പോവുക. നല്ല പ്രയോറിറ്റി, അതായത് നമ്മൾ വളരെ പ്രൈമറി ആയിട്ട് തന്നെ പഠിച്ചു തീർക്കേണ്ട ഒരു പോർഷനാണ് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്, വളരെ സ്റ്റേൺ ആയിട്ട്, വളരെ സ്റ്റബൺ ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. ഓക്കെ. അടുത്ത കേരള ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട് 3 മാർക്കുണ്ട്. പക്ഷെ എന്നാലും ചില കാര്യങ്ങൾ അവിടെ പഠിച്ചു കഴിഞ്ഞാൽ 3 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഓരോ മാർക്കും വിലപ്പെട്ടതാണ്. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് ചെയർമാൻ പഠിക്കുക, വൈസ് ചെയർമാൻ പഠിക്കുക, പുനർനിയമനത്തിനെ പറ്റി പഠിക്കുക, അവരുടെ ഫംഗ്ഷൻസ് പഠിക്കുക. ഫംഗ്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, SI പരീക്ഷയ്ക്ക് പോലും ചോദിച്ചിട്ടുണ്ട്. ക്വാസി ജുഡീഷ്യൽ ബോഡീസ് എന്തൊക്കെയാണ്, നമ്മുടെ കേരളത്തിലെ കമ്മീഷനുകൾ, കേരളത്തിലെ കമ്മീഷനുകൾ, അത് പഠിക്കുക. കേരള വനിതാ കമ്മീഷൻ, അതുപോലെ തന്നെ കേരള PSC, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, വ്യക്തമായിട്ട് പഠിക്കുക. പിന്നെ റംസാർ, കേരളത്തിലുള്ള റംസാർ സൈറ്റുകളെ പറ്റി ഒന്ന് പഠിച്ചു പോവുക. റംസാർ സൈറ്റുകളെ പറ്റി അല്ലാതെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. പുതുതായിട്ടൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പഠിച്ചു പോവുക. നിങ്ങൾക്ക് ഒരു നഷ്ടവും ഇല്ല, പഠിച്ചിട്ട് പോവുക. പിന്നെ തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പഠിക്കുക. തൊഴിലുറപ്പ് എവിടെ തുടങ്ങി, തൊഴിലുറപ്പ് എന്താണ്, തൊഴിലുറപ്പിന്റെ ബേസിക് സ്ട്രക്ചർ എന്താണ്, അത് ആർക്കാണ് അതിന്റെ കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടത്, പിന്നെ ഏറ്റവും കൂടുതലുള്ള എവിടെ വേതനം കൊടുക്കുന്ന എവിടെയാണ്, ഇതെല്ലാം വേതനങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു. വേതനങ്ങൾ റീസെന്റ് പോലീസ് ഡ്രൈവറിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് പഠിച്ചു പോവുക. പിന്നെ കേരളത്തിലെ കമ്മീഷൻ പറഞ്ഞു. പിന്നെ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം, അത് എന്തുകൊണ്ട് ചോദിക്കുമെന്ന് ചോദിച്ചാൽ, ഇപ്പൊ റീസെന്റ് വാർത്തകളിലൊക്കെ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിനെ പറ്റി അതിന്റെ പോയിന്റ്സ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, അത് ഒരു റീസെന്റ് ടോപ്പിക്കാണ്, കറണ്ട് അഫെയർ ആയിട്ടല്ല പറയുന്ന, റീസെന്റ് ടോപ്പിക്കാണ്. കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകുക. മുതിർന്നവരുടെ സംരക്ഷണം എന്തൊക്കെയാണ് അവർക്ക് സംരക്ഷണമായി കൊടുക്കേണ്ടത്. ബിവറേജ് LD പോലുള്ള പരീക്ഷകൾ ഇത്തരം ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ അപ്പൊ അത് നമുക്ക് CPക്കും പ്രതീക്ഷിക്കാം, നന്നായിട്ട് പ്രതീക്ഷിക്കും. കാരണം ഇത് ഒരു നിയമപരമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ എന്തായാലും പ്രതീക്ഷിച്ചു വരാം, മടി വിചാരിക്കരുത്, കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഓക്കെ. അടുത്ത ബയോളജിയുമായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് പാഠപുസ്തകങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് പ്രത്യേകം നോക്കി വെക്കുക. ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. ജീവിതശൈലി രോഗങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ ഈ പറയുന്ന പോലെ എന്താണ് നമ്മളെ ബ്രോങ്കൈറ്റീസ് വരുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് രോഗങ്ങൾ, നമ്മളെ ഷുഗർ, പ്രഷർ, ഇതെല്ലാം എന്താണ് ജീവിതശൈലി രോഗങ്ങളാണ്. അതെല്ലാം നന്നായിട്ട് പഠിക്കുക. പുകവലി കൊണ്ടാണ് പിന്നെ ബ്രോങ്കൈറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്, അതെല്ലാം നന്നായിട്ട് പഠിക്കുക. അങ്ങനെ പിന്നെ ഫാറ്റി ലിവർ നമ്മുടെ എന്താണ് ജീവിതശൈലി രോഗമാണ്. ഇതെല്ലാം ഒന്ന് പഠിച്ചു പോവുക. 12ാം ക്ലാസ്സിലെ പുസ്തകം അത് കൃത്യമായിട്ടൊന്ന് വായിച്ചു പോയാൽ മതി. വെറുതെ അതിൻ്റെ ഡെപ്തിലോട്ട് പോയി സമയം കളയണം, പക്ഷെ വായിച്ചു പോവുക. പിന്നെ പരിസ്ഥിതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടത് ഇവിടെ തന്നെ ഉണ്ട്. അത് നമ്മുടെ +2 ബുക്കിൽ തന്നെ ഉണ്ട്. പക്ഷെ അടുത്ത് നമ്മൾ രക്തപരിചരണ വ്യവസ്ഥ ഏകദേശം നമുക്കറിയാം ഒരു 10
ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളെടുത്താൽ അതിൽ 10ൽ 8 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് രക്തപര്യന വ്യവസ്ഥ എന്ന ചോദ്യമുണ്ട്. സീരിയസ് ആയിട്ട് തന്നെ പഠിക്കുക. 10ൽ 8 എന്ന് പറയുന്ന ചെറിയ നമ്പറിലെ 80% ചോദ്യങ്ങളും ഈ ഒരു മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ രക്തപര്യന വ്യവസ്ഥയെ പറ്റി പുതിയ SCERT ബുക്ക് 7ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററിലുണ്ട്. പിന്നെ +1ലും ഒരു ബുക്കിൽ +1ലും ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പുതിയ ബുക്കിലെ 7ാം ക്ലാസ്സിലെ 9ാം ചാപ്റ്റർ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. നന്നായിട്ട് വായിച്ചിട്ട് പോകാൻ നമുക്ക് സമയമുണ്ട്. ബയോളജിയാണ്. കുറച്ച് പഠിച്ചാൽ 4 മാർക്കാണ് കയ്യിരിക്കുന്നത്. കുറച്ച് പഠിച്ചാൽ 4 മാർക്ക് കയ്യിലിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിത്തം പോവുക. ഫിസിക്സിനെ സംബന്ധിച്ച് ശബ്ദ തരംഗം അല്ലെങ്കിൽ എന്തൊക്കെ ടൈപ്പ് സൗണ്ട്, ഇൻഫ്രാസോണിക് ഉണ്ട്, അൾട്രാസോണിക് ഉണ്ട്, ഇതെല്ലാം പഠിക്കുക. ഗാൾട്ടൺ വിസിൽ കുറേ സാധനങ്ങളുണ്ട് അല്ലേ, അതൊക്കെ ഒന്ന് പഠിക്കുക. പിന്നെ പ്രവൃത്തി ഊർജ്ജവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. ഇൻഫ്രാറെഡ്, അൾട്രാ വയലറ്റ് റേസുകളെ പറ്റി പഠിക്കുക. അപ്പോൾ ഈ 3 സാധനങ്ങൾ, കാരണം ഇത് 3 മാർക്കിന് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ചില ഭാഗങ്ങളിൽ സെലക്റ്റീവായിട്ട് പഠിക്കുക. നമുക്ക് എല്ലാം കൂടെ പഠിച്ച് വെറുതെ സമയം കളയാനില്ല. എന്നാൽ പോലും ഇതിൽ നിന്ന് മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം നല്ല സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർക്ക് ഇത് വ്യക്തമായിട്ട് പഠിക്കാൻ സാധിക്കും. പക്ഷെ അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ബാക്കി ഞാൻ പറഞ്ഞില്ലേ പ്രയോറിറ്റി വീഡിയോ ഉണ്ട്, നമുക്ക് എങ്ങനെ ഇതിനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാമെന്നുള്ളതിൻ്റെ ഒരു വിശദമായ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അത് നമുക്ക് നോക്കാം. കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് ഹൈഡ്രജൻ നോക്കാം, ഓക്സിജൻ നോക്കാം, പീരിയോഡിക് ടേബിൾ, മോളിക്യൂൾസ്, ഇത്രയും സാധനം കൃത്യമാണ്. ഹൈഡ്രജൻ, ഓക്സിജൻ കണ്ടുപിടിച്ചത് ആര്, അതിൻ്റെ ബാക്കി, പിന്നെ പീരിയോഡിക് ടേബിൾ അത് എത്ര എണ്ണം ഉണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ മാറ്റങ്ങൾ വരിക, പിന്നെ ലോഹങ്ങൾ ഇതൊക്കെ നമുക്കറിയാം. ഇതൊക്കെ കൃത്യമായിട്ടൊന്ന് പഠിക്കുക. പിന്നെ മോളിക്യൂൾസ് തന്മാത്രയെ പറ്റിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് പഠിച്ചു പോവുക. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാനുള്ളത് കലാകായികം സംസ്കാരം ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് നോക്കാം. ആദ്യമായിട്ട് തന്നെ ഫോക്ലോർ അക്കാദമിയുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ പ്രസിദ്ധീകരണങ്ങൾ, അവരുടെ ഫംഗ്ഷൻസും കാര്യങ്ങളും, ചെയർമാൻ്റെ കാര്യമൊക്കെ പഠിച്ചു പോകുക. ഫോക്ലോർ അക്കാദമിയുടെ മാത്രമല്ല മറ്റെല്ലാ സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും ചെയർമാൻമാരെ ഒന്ന് നോക്കി പോകുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ കഥാപാത്രങ്ങൾ, കൃതികൾ നിങ്ങൾ എന്തായാലും പഠിച്ചേ പറ്റൂ. കഥാപാത്രങ്ങൾ, കൃതികൾ, പ്രത്യേകിച്ച് MTയുടെ കഥാപാത്രങ്ങൾ, കൃതികളൊക്കെ ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. കൃത്യമായിട്ട് MTയുടെ കഥാപാത്രങ്ങൾ, കൃതികൾ നന്നായിട്ട് നോക്കിയിട്ട് പോവുക. ഇപ്പം എന്താണ് ഭീമൻ, രണ്ടാം ഊഴം, നിങ്ങൾക്കറിയാം, അതെല്ലാം പഠിച്ചിട്ട് പോവുക. അത് കൃത്യമായിട്ട് ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചിട്ട് പോവുക. പിന്നെ പ്രധാനപ്പെട്ട പത്രങ്ങൾ, പഴയ ജ്ഞാനനിക്ഷേപമൊക്കെ ഉണ്ടല്ലോ, ജ്ഞാനനിക്ഷേപം, പഴയ പത്രങ്ങളൊക്കെയാണ്. വെസ്റ്റേൺ സ്റ്റാർ ഒന്നും ഇപ്പോൾ ഇല്ല. വെസ്റ്റേൺ സ്റ്റാർ, പിന്നെ മാതൃഭൂമി, മലയാള മനോരമയിലൊക്കെ കാര്യങ്ങളൊന്നും നോക്കി പോവുക. പിന്നെ അതുപോലെ തന്നെ മിതവാദി, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്, ദേശാഭിമാനി, ഇതെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. ഓക്കെ, പഴയ പത്രങ്ങളാണ്. വരികൾ എഴുത്തുകാർ, നമ്മൾ വരികൾ എഴുത്ത് എന്താണ്, മറ്റേ ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന്നു കൗതുകം, ഇത് കുഞ്ചൻ നമ്പ്യാരോട് ബന്ധപ്പെട്ട വരിയാണ്. പിന്നെ അതുപോലെ തന്നെ സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയുമുണ്ട്. ജീവിതം നൽകാൻ മടിക്കുന്നതെന്തും ജീവിച്ച് ജീവിതത്തോട് ഞാൻ വാങ്ങിടും എന്ന് പറയുന്ന ചങ്ങമ്പുഴയുടെ വരികളുണ്ട്. പിന്നെന്താണ്, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി ONVയുടെ വരിയുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് പഠിച്ചിട്ട് പോവുക. പിന്നെ അതുപോലെ തന്നെ എന്താണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ കാനനച്ചായയിൽ ആടുമേയ്ക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ, അതുണ്ട്. പിന്നെ നമ്മുടെ ചങ്ങമ്പുഴയുടെ വരിയാണ്. എക്സ്ക്യൂസ് മീ. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് പഠിച്ചിട്ട് വളരെ രസമാണ്. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ എന്ന് ഉള്ളൂർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കൽ ഇല്ലെന്നു നിർണയം, എഴുത്തച്ഛൻ പറഞ്ഞ വരികളാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വളരെ ജസ്റ്റ്, നമ്മൾ ഭയങ്കര കവിയൊന്നുമില്ല എന്നാൽ പോലും നന്നായിട്ട് ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എഴുത്തുകാരുടെയും പിന്നെ രാഷ്ട്രീയ നേതാക്കളുടെയും ആത്മകഥകളെ പറ്റി പഠിച്ചിട്ട് പോകാം. എഴുത്തച്ഛൻ, വള്ളത്തോൾ തുടങ്ങിയ അവാർഡുകളെ പറ്റി, വയലാർ അവാർഡൊക്കെ പുതിയതായിട്ട് കിട്ടിയാരാണ്, കഴിഞ്ഞ വർഷം കിട്ടിയാരാണ്, ആദ്യം കിട്ടിയാർക്കാണെന്നുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് പോകാം. ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് പോകാം. ചട്ടമ്പി സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിക്കുക. ഫുട്ബോൾ വേൾഡ് കപ്പ്, ഹോക്കി വേൾഡ് കപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുക. രഞ്ജി ട്രോഫി, സന്തോഷ് ട്രോഫി നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ചോദിക്കാൻ ചിലപ്പോൾ ഒരു പിന്നെ ഏതെങ്കിലും ഒരു സ്പോർട്സ് സ്റ്റാർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ പറ്റി കൂടെ പഠിച്ചിട്ട് പോവുക. പിന്നെ ക്രിക്കറ്റ്, ഹോക്കി വേൾഡ് കപ്പ് പഠിക്കുക. പിന്നെ സ്പോർട്സ് സ്റ്റാറും അച്ചീവ്മെന്റ്, ആരെങ്കിലും ഇടയ്ക്ക് മരിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ അതാ മൈക്കിൾ ബെവൻ, പുതിയൊരു സാധനമാണ്. മൈക്കിൾ ബെവൻ ഹോൾ ഓഫ് ഫെയിമിൽ കയറുന്നുണ്ട്. പഴയ ഒരു ഓസ്ട്രേലിയയിലെ വെടിക്കെട്ട് ബാറ്റ്സ്മാൻ ആയിരുന്നു മൈക്കിൾ ബെവൻ. അങ്ങനെ ഹോൾ ഓഫ് ഫെയിം എന്ന് പഠിച്ചിട്ട് ഹോൾ ഓഫ് ഫെയിമിൽ കയറിയത് ആരാണ്. പിന്നെ എന്താണ്, ആർക്കെങ്കിലും എന്തെങ്കിലും അച്ചീവ്മെന്റ് കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും വിരമിച്ചോ, അവരുടെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് പോകുക. മരണപ്പെട്ടുണ്ടെങ്കിൽ അതും പഠിക്കുക. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് പഠിച്ചിട്ട് പോവുക. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ CPO WCPOയ്ക്ക് വേണ്ടി മാത്രമായിട്ടൊരു സ്പെഷ്യൽ ടോപ്പിക് ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ടോപ്പിക് ബാച്ചാണ്. അതായത് നമ്മൾ 10-ാം തീയതി മുതൽ ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 1499 രൂപയുടെ കോഴ്സ് എയർലി ബേർഡ് ഓഫറായിട്ട് നിങ്ങൾക്ക് 899 രൂപ, വെറും 899 രൂപയ്ക്ക് മുഴുവൻ സ്പെഷ്യൽ ടോപ്പിക്. നിങ്ങൾക്കറിയാം
BNS, പിന്നെ BNSS, BSA തുടങ്ങിയ പുതിയ നിയമങ്ങളെല്ലാം സമഗ്രമായി നോക്കിക്കൊണ്ട് ബാക്കിയുള്ള സ്പെഷ്യൽ ടോപ്പിക് എല്ലാം കൊണ്ടും തന്നെ നിങ്ങൾക്ക് എന്താണ് ആ 20 മാർക്കിലൊരു എന്താണ് നമ്മുടെ ഒരു ലക്ഷ്യം അനുസരിച്ച് നിങ്ങൾക്ക് ഒരു 17+ മാക്സിമം കിട്ടത്തക്ക രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്. പ്യുവർലി എന്താണോ ആ നിയമം എഴുതപ്പെട്ടിട്ടുള്ളത്, അല്ല നമ്മൾ എവിടെയും കട്ടും ഡ്രിമ്മും ഒന്നും ചെയ്യുന്നില്ല. കൃത്യമായിട്ട് ബെയർ ആക്ടിൽ എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് തന്നെയായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ കോഴ്സിൽ പഠിക്കാനായിട്ട് പോകുന്നതും. സ്പെഷ്യൽ ടോപ്പിക്കിന്റെ പ്രാധാന്യം നിങ്ങൾക്കറിയാം. സ്പെഷ്യൽ ടോപ്പിക്കിന്റെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ക്ഷണിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, CPO സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി മാത്രമാണ് ബാച്ച്. മുഴുവൻ ടോപ്പിക്കും കവർ ചെയ്ത് തരും, ഒരു സംശയമില്ല. പിന്നെ എന്താണ് ചാപ്റ്റർ വൈസ്, ഓരോ ചാപ്റ്റർ വൈസ് ഓരോ ടെസ്റ്റ് ഉണ്ടാവും. BNSന് കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്, അതിന് ടെസ്റ്റ് ഉണ്ടാവും. ഓരോ ക്ലാസ് കഴിയുമ്പോഴും ടെസ്റ്റ് ഉണ്ടാവും. പിന്നെ എന്താണ് മെന്റർ സപ്പോർട്ട്. നിങ്ങൾക്ക് ഏത് സമയം വിളിച്ചിട്ടും ഇത് പഠിപ്പിക്കുന്ന ആൾക്കാരോട് തന്നെ നിങ്ങൾക്ക് സംശയം ചോദിക്കാനുള്ള എല്ലാ അവസരവും ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. അല്ലാതെ ഞങ്ങൾ പഠിപ്പിക്കുന്ന ആൾക്കാർ, ഞങ്ങളാണ് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ. ഞങ്ങളോട് വിളിച്ച് നിങ്ങൾക്ക് സംസാരിക്കുക, നിങ്ങളുടെ തിരക്കല്ല, എന്ത് തിരക്കിൻ്റെ ഇടയിലാണെങ്കിൽ പോലും അതും പറയണമല്ലോ. അത് മാത്രമല്ല, നിങ്ങൾ അതുപോലെ എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മളെ വിളിക്കുക, അത് നിങ്ങൾക്കത് പരിഹരിച്ച് തരുന്നതായിരിക്കും. ഇവിടെ എല്ലാത്തിനും ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഇവിടെ പരിഹാരമുണ്ടെന്നുള്ള കാര്യം കൂടെ പറയാം. പിന്നെ പ്രോപ്പറായിട്ടൊരു സ്റ്റഡി പ്ലാൻ ആയിരിക്കും സ്പെഷ്യൽ ടോപ്പിക്കിനെ സംബന്ധിക്കുന്ന. അതായത് ഇതിന് മുകളിൽ നിങ്ങൾക്ക് എന്താണ് തരാൻ സാധിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. ഇതിന് മുകളിൽ, കാരണം അത്രയ്ക്കും കോൺഫിഡൻറ്റോട് കൂടിയാണ്. കാരണം ഈ സ്പെഷ്യൽ ടോപ്പിക്കിനെ സംബന്ധിച്ച് മനുഷ്യ സാധ്യമായ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പം നിങ്ങൾ ഒരു കാര്യം, നിങ്ങൾ ഇതിന്റെ വസ്തുത മനസ്സിലാക്കുക. CPO പരീക്ഷ എന്ന് പറയുമ്പോൾ 2 കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞുതരാം. ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ടെലഗ്രാമിൽ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് ചാറ്റ് ചെയ്ത് സംശയം ചോദിക്കാവുന്നതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം, CPO എഴുതാൻ പോകുന്ന എല്ലാവരും എന്നെ ശ്രദ്ധിക്കുക. എൻ്റെ പൊന്നു പിള്ളേരെ, നിങ്ങൾ ഒരിക്കലും ഇതിൻ്റെ ലൈവ് വരുമ്പോഴായാലും CPO പരീക്ഷ കഴിഞ്ഞിട്ട് എനിക്ക് 42 മാർക്കേ ഉള്ളൂ, ഞാൻ പൊയ്ക്കോട്ടെ, അല്ലെങ്കിൽ എനിക്ക് 40 മാർക്കുള്ളൂ, എനിക്ക് 38 മാർക്കേ ഉള്ളൂ, ഒരു ഗ്രൗണ്ടിൽ ഇറങ്ങിക്കോട്ടെ, നിങ്ങൾ അങ്ങനെ ആരും ഗ്രൗണ്ടിൽ ഇറങ്ങാമെന്ന് വിചാരിക്കേണ്ട. ഉള്ള കാര്യം ഉള്ളതുപോലെ ഇവിടെ നിന്ന് പറയുകയാണ്. ഇനി വരുന്ന കാലങ്ങളിൽ ലിസ്റ്റുകൾ ചുരുങ്ങാനുള്ള സാധ്യതയുണ്ട്. ഉണ്ടെങ്കിൽ നിങ്ങൾ അത്രയും ടോപ്പിൽ വരാൻ വേണ്ടി പഠിക്കണം. അപേക്ഷകരുടെ എണ്ണം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ആരും ആശ്വസിച്ചിട്ടിരിക്കേണ്ട ആവശ്യമില്ല. വസ്തുതയാണ് പറയുന്നത്. കഴിഞ്ഞ CPO എഴുതിയ ആളാണ് ഞാൻ, കഴിഞ്ഞ CPO ക്രാക്ക് ചെയ്ത ആളാണ്. അത് ആ ഒരു എക്സ്പീരിയൻസ് ഈ പറയാണ്. നിങ്ങൾ ഒരിക്കലും പിന്നെ പരീക്ഷയുടെ ആള് കുറഞ്ഞു അപ്പോൾ പിന്നെ നമുക്ക് ചാൻസ് കൂടുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. അവർക്ക് വേണ്ടത് ഒരു ഹാൻഡ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെയാണ്. അതായത് മാക്സിമം വിവാദം വരാതിരിക്കാൻ വേണ്ടി അവർ വളരെ ഹാൻഡ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പം നിങ്ങൾ 40-42 വാങ്ങിച്ചിട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങേണ്ട ആൾക്കാരല്ല. നിങ്ങൾ വാങ്ങിക്കേണ്ടത് ടോപ്പായിട്ടുള്ള മാർക്ക്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇതിന്റെ വേക്കൻസികളെ പറ്റി തിരക്കേണ്ട ആവശ്യമില്ല. എന്തിന് നിങ്ങൾ തിരക്കണം? നിങ്ങൾക്ക് ഒരൊറ്റ അഡ്വൈസ് വരും. നിങ്ങൾ എന്തിനാണ് 100-150 നോക്കിയിരിക്കുന്നത്? അതിന്റെ ആവശ്യം നിങ്ങൾക്കില്ല. അപ്പോൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ടോപ്പിൽ വരാൻ വേണ്ടിയുള്ള പഠനമാണ് നമുക്ക് വേണ്ടത്. അതിന് വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങളോട് വരാനായിട്ട് പറയുന്നത്. മനസ്സിലായി? അല്ലാതെ 40-42 വാങ്ങിച്ച് വെച്ചിട്ട് നിങ്ങളെ സ്പൈക്ക് വിട്ട് ഗ്രൗണ്ടിലോട്ട് ഓട്ടിക്കാൻ വേണ്ടിയല്ല. അതും കൂടെ എന്ത് ചെയ്യുക, വസ്തുത മനസ്സിലാക്കി പഠിക്കുക. വസ്തുത മനസ്സിലാക്കി മാനിപ്പുലേറ്റ് ചെയ്യാൻ ഒരുപാട് വൃന്ദങ്ങളുണ്ടാവും. അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ വേണം. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിഞ്ഞ കട്ട് ഓഫുകളെല്ലാം എടുത്ത് പരിശോധിക്കാം. നമ്മൾ ക്രാക്ക് ചെയ്തിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മളോട് ചോദിക്കാം. അല്ലെ ക്രാക്ക് ചെയ്ത മറ്റു ആൾക്കാരുണ്ട്, അവരോട് ചോദിക്കൂ. ഫിസിക്കൽ എങ്ങനെയാണെന്ന് ചോദിക്കൂ. ഇതൊക്കെ ഞാൻ പറയട്ടെ, പണ്ട് ഒരു ധാരണയുണ്ട് എല്ലാവർക്കും, പോലീസ് എന്ന് വെച്ചാൽ ഒരു ആവറേജ് പഠിക്കുന്നതിന് കിട്ടും. ഇന്ന് അതല്ല സ്ഥിതി. പോലീസ് പഠിക്കണമെങ്കിൽ നല്ല ലെവലിൽ തന്നെ പഠിക്കണം. അതുകൊണ്ടാണ് നിങ്ങളോട് പഠിക്കുക എന്ന് പറയുന്നത്. നിങ്ങളെ പുഷ് ചെയ്യുന്ന ഒരു ടീം ആയിട്ട് നിൽക്കുന്നതിന്റെ കാരണവും അത് തന്നെയാണ്. അടുത്തായിട്ട് പറയാനുള്ളത്, നമ്മളെ കോഡ് യൂണിഫോം 2025 എന്ന് പറയുന്നൊരു ബാച്ച് എല്ലാ യൂണിഫോം പരീക്ഷകൾക്ക് വേണ്ടി CPO, WCPO, CEO, WCEO, ഫയർമാൻ, ഫയർവുമൺ, BT വരുന്നുണ്ട്. പിന്നെ IRB, എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള സമഗ്രമായിട്ട് നമ്മളൊരു കോഡ് യൂണിഫോം 2025, ഇത് ഫുൾ ബാച്ചാണ്. മറ്റേ ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ടോപ്പിക് ബാച്ചാണ്. ഇത് ഫുൾ ബാച്ച്. നമ്മൾ ഇൻക്ലൂഡിങ് GK, കറണ്ട് അഫെയർ എല്ലാ സാധനവും കിട്ടും. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എല്ലാ സാധനങ്ങളും കിട്ടും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക, ഈ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ചേരാനായിട്ട് 3299 രൂപ മാത്രമാണ് കോഴ്സിൽ ചേരാനായിട്ട്. ഇത് പരീക്ഷ വരെയാണ് ഇതിന്റെ കാലാവധി എന്ന് പറയുമ്പോൾ. ഓരോ പരീക്ഷ കഴിഞ്ഞ് അടുത്ത കോഴ്സിനോട്ട് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വ്യക്തമായിട്ട് വീഡിയോ ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും. വ്യക്തമായിട്ട് ടെസ്റ്റുകൾ ഉണ്ടാവും. ഞാൻ ഈ പറഞ്ഞ മെന്റർ സപ്പോർട്ട് എല്ലാം അവിടെ ഉണ്ടാവും, ഇൻക്ലൂഡിങ് സ്പെഷ്യൽ ടോപ്പിക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ സെപ്പറേറ്റ് ബാച്ചാണ്. അതും കൂടെ എന്ത് ചെയ്യാൻ മനസ്സിൽ വെച്ചിരിക്കുക. ഓക്കെ, ഇവിടെ നോക്കാം. നിങ്ങൾക്ക് ടോപ്പിക്ക് പ്രയോറിറ്റി ആയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകളായിരിക്കും. എല്ലാം സിലബസ് ബേസ്ഡ് ആയിരിക്കും. നമ്മൾ വെളിയിൽ പോയി ചുമ്മാ കഥ പറഞ്ഞിരിക്കുന്ന ഒരു പരിപാടിയല്ല. പിന്നെ 200 മണിക്കൂറിൽ കൂടുതൽ റെക്കോർഡഡ് ലൈവ് സെഷൻസ് നിങ്ങൾക്ക് കിട്ടും. സ്പെഷ്യൽ ടോപ്പിക്കിന്റെ മുഴുവൻ കവറേജ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. പിന്നെ നമ്മുടെ സ്വന്തം അമൽ സാറ് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. അതായത് നിങ്ങൾ മെൻഡേഴ്സിനോട് മാത്രമല്ല സംസാരിക്കുക, നിങ്ങൾക്ക് അമൽ സാറുമായിട്ട് സംസാരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാവും. അദ്ദേഹത്തിന്റെ നമ്പർ നിങ്ങൾക്ക് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക കുട്ടികളിൽ അത്രയും ട്രാൻസ്പെറന്റ് ആണ് അദ്ദേഹം എന്ന് പറയുമ്പോൾ. ഒട്ടുമിക്ക ആൾക്കാരിൽ അദ്ദേഹത്തിന്റെ നമ്പർ ഉണ്ട്. അദ്ദേഹത്തിന് ഇപ്പം നമ്മളൊക്കെ കാണുന്ന സമയത്ത് അദ്ദേഹം എപ്പോഴും ബിസിയാണ്. എപ്പോഴും അദ്ദേഹത്തിന് കുട്ടികളുടെ കോളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ അടുത്ത് പിന്നെ
ടെക്നീക്സ് ചോദിക്കാൻ വേണ്ടി വിളിക്കുന്ന ആൾക്കാർ, സംശയം ചോദിക്കാൻ വേണ്ടി വിളിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് വേവലാതി ഷെയർ ചെയ്യാൻ വിളിക്കുന്ന ആൾക്കാരായിരിക്കും. എന്ത് തന്നെ ആയാലും ശരി, അദ്ദേഹം എപ്പോഴും ബിസി ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം മാക്സിമം ടൈമും സ്പെൻഡ് ചെയ്യുന്നതിനാണ് കുട്ടികൾക്ക് വേണ്ടി തന്നെയാണ്. ആ ഒരു കാര്യം നമ്മൾ നേരിട്ട് കാണുന്ന കാര്യമാണ് ഈ പറയുന്നത്. പിന്നെ എന്താണ്, പിന്നെ മോക്ക് ടെസ്റ്റ് കാര്യങ്ങളുണ്ട്, സ്റ്റഡി, നല്ല ക്വാളിറ്റി സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് തരും. എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ടെലഗ്രാം ഗ്രൂപ്പിൽ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യവും നിങ്ങൾക്കുണ്ട്, പരിഹാരം ഉണ്ടായിരിക്കും. പിന്നെ മോട്ടിവേഷൻ സെഷൻസ് കാര്യങ്ങൾ അമൽ സാർ തന്നെയായിരിക്കും. ടെലഗ്രാം സപ്പോർട്ട് ഉണ്ട്, കസ്റ്റമർ, ഇത് ഫുൾ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ പറയാൻ വന്ന കാര്യം അതും കൂടെ പറയാം. നോക്കിയോ, ഞാൻ വീണ്ടും ഒരു നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പേ, ധനാശി പാടുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്. CPO പരീക്ഷ നിസ്സാരവൽക്കരിച്ച് കാണരുത്. അത് അങ്ങനെ എന്തെങ്കിലും ചിന്താഗതി ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട് തീരുന്നിട്ട് അതും കൂടെ അഴിച്ചു വെച്ചിട്ടുണ്ട് പഠിക്കാനിരിക്കാനായിട്ട്. പഠിക്കാൻ സമയമില്ല എന്നുള്ള കാര്യം ചിന്തിക്കുക. 40 മാർക്കും 42 മാർക്കും അല്ല ലക്ഷ്യം. ഇനി കട്ട് ഓഫ് അവിടെ നിൽക്കട്ടെ, 40-42 പുച്ഛിക്കുന്നതല്ല. ഇനി അത്രയും പാടായിട്ട് 100-ൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ഞാൻ കാണുന്നില്ല. പക്ഷെ എങ്കിൽ പോലും നമ്മൾ അവന്മാർ 60 കട്ട് ഓഫ് ഇട്ടാലും 50 കട്ട് ഓഫ് ഇട്ടാലും 55 കട്ട് ഓഫ് ഇട്ടാലും ആ ലിസ്റ്റിൽ വരണം, ജോലിയും കൊണ്ട് പോകണം എന്നുള്ള ഒറ്റ മൈൻഡിലിരുന്ന് വേണം നിങ്ങൾ പഠിക്കാൻ എന്നൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഒരു പാർട്ടുമായിട്ട് പ്രയോറിറ്റി സെഷൻസ് വരുന്നുണ്ട്. സ്പെഷ്യൽ ടോപ്പിക്കിൽ എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, അതെല്ലാം നമ്മൾ പറയും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ PDF, ഈ സ്റ്റഡി പ്ലാന്റെ PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങളുടെ പഠനം നല്ല രീതിക്ക് പോട്ടെ, നന്നായി പഠിക്കുക, നല്ലൊരു പഠനകാലം ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച് കാക്കി അണിയാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബൈ.